എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു ക്വയറിയാണ്. അപ്പോൾ ആ ക്വയറി എങ്ങനെയാണ്, UK പോയി MSc പ്രീ രജിസ്ട്രേഷൻ അഡൽട്ട് നഴ്സിംഗ് പഠിച്ചാൽ ആ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഓസ്ട്രേലിയക്ക് ജോലിക്ക് അന്വേഷിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം UK പലരും വേറെ ഫീൽഡിൽ നിന്നുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ നഴ്സിംഗ് അല്ലാത്ത ആളുകൾക്ക് UK പോയി 2 years കൊണ്ട് MSc പഠിച്ച് നഴ്സ് ആവാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് ഈ പ്രീ രജിസ്ട്രേഷൻ MSc പ്രോഗ്രാംസ്. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പം ഓസ്ട്രേലിയയിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ അപ്ര രജിസ്ട്രേഷൻ ആണ് വേണ്ടത്, അതായത് ഇവിടുത്തെ ഹെൽത്ത് റെഗുലേറ്റർ ആണ്. അപ്പൊ ആ രജിസ്ട്രേഷൻ കിട്ടാൻ നമുക്ക് UK നിന്ന് കിട്ടുന്ന MSc പ്രീ രജിസ്ട്രേഷൻ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ എലിജിബിൾ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ അതിനെന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ വേണം, UK കുറച്ച് എക്സ്പീരിയൻസ് വേണം, പിന്നെ UK രജിസ്ട്രേഷൻ വേണം. അങ്ങനെയുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻസും കുറച്ച് റിക്വയർമെന്റ്സും പിന്നെ ലാംഗ്വേജ് സ്റ്റാൻഡേർഡ്സും ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ UK ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന പല രീതിയുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയർ സ്പോൺസേർഡ് വിസയിൽ നോക്കാം, എംപ്ലോയർ സ്പോൺസേർഡ് വർക്ക് പെർമിറ്റുകളുണ്ട്, എംപ്ലോയർ സ്പോൺസേർഡ് PR ഉണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും വിസയിൽ വരാൻ നോക്കാം. അതല്ല നിങ്ങൾക്ക് എംപ്ലോയർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ആയ സ്കിൽഡ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ, അതായത് 189 വിസകൾ അല്ലെങ്കിൽ 190 വിസ, 491 വിസ, അങ്ങനെയുള്ള വിസകളിലും നിങ്ങൾക്ക് ഇവിടെ വരാൻ ശ്രമിക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യം. ശരിക്കും MSc പ്രീ രജിസ്ട്രേഷൻ പ്രോഗ്രാം ഈ ഓസ്ട്രേലിയയിൽ അക്സെപ്റ്റഡ് ആണ് കേട്ടോ, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇങ്ങനെ പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് UK നിങ്ങൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിന്റെ സമയത്ത് അവിടെ കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതിനു ശേഷം ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഇപ്പം ട്രമൻഡസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഓവർസീസ് നഴ്സസ്മാർക്ക്. പക്ഷെ ഇവിടെ ഈ സ്കിൽ ഇൻഡിപെൻഡന്റ് മൈഗ്രേഷനിൽ വരുന്ന ആളുകൾക്കും അല്ലാതെ ഇവിടെ പഠിച്ച് ഇറങ്ങിയ ആളുകൾക്കും വലിയൊരു ജോലിക്ക് ബുദ്ധിമുട്ട് ഇതുവരെ കാണുന്നില്ല. അവർക്കൊക്കെ മിക്കവാറും ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വർക്ക് പെർമിറ്റ് സ്പോൺസർഷിപ്പ് നോക്കുന്ന സമയത്താണ് ജോബ് ഓപ്പർച്യൂണിറ്റീസിനുള്ള ബുദ്ധിമുട്ട് കാണുന്നത്. അപ്പോൾ ഈ UK നിന്ന് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽഡ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ നോക്കുന്നതാണ്. അതായത് പോയിന്റ് ടെസ്റ്റഡ് സ്ട്രീമാണ്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം പോയിന്റ് ഗെയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ലാംഗ്വേജ് ടെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ് സ്കോർ എടുക്കുക, പിന്നെ പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പോയിന്റ് കൂടുന്നതനുസരിച്ച് ഇവിടെ ഇൻവൈറ്റ് കിട്ടാനും ഇവിടേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റീസും കൂടുതലായിരിക്കും. സോ ഡെഫിനറ്റ്ലി ഈ MSc പ്രീ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് വരണം എന്നുണ്ടെങ്കിലും ഈ ഒരു പാത്വേ കൂടെ തന്നെയാണ് വരേണ്ടത്. അല്ലാതെ ഇപ്പൊ MSc UK പഠിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വിസ കാറ്റഗറീസിലോ അല്ലെങ്കിൽ വിസ പ്രോസസ്സുകളിലും ഒന്നും വ്യത്യാസമില്ല. പിന്നെ ചില ഹോസ്പിറ്റൽസും ചില എംപ്ലോയീസും ഒക്കെ ഓവർസീസ് അല്ലെങ്കിൽ UK, അയർലൻഡ് അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോലുള്ള കമ്പാരബിൾ ഹെൽത്ത് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ കമ്പാരബിൾ കൺട്രീസിലോ ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തവർക്ക് കുറച്ച് മുൻഗണന കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മുൻഗണന കൊടുക്കുന്ന എംപ്ലോയേഴ്സിന് ഈ UK ക്വാളിഫൈഡ് ആയ ആളുകൾ കുറച്ചും കൂടെ അവർക്ക് ബെറ്റർ ആയിരിക്കും. സോ അതുകൊണ്ട് അങ്ങനെയുള്ള എംപ്ലോയേഴ്സ് കൂടുതൽ ഹയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു കാര്യം, നമ്മൾ നിങ്ങൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന അല്ലെങ്കിൽ UK നിന്നൊക്കെ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നഴ്സസ് ആണെങ്കിൽ നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംപോലെ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ല, നമ്മുടെ ഫസ്റ്റ് കമന്റിലും യൂട്യൂബിലാണെങ്കിൽ പിന്നെ ഫേസ്ബുക്ക് ആണെങ്കിലും കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മൾ അതിനകത്ത് റെഗുലർലി ഓസ്ട്രേലിയയിൽ സ്പോൺസേർഡ് നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ അല്ലാതെ നിങ്ങൾക്ക് ഡിസ്കഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് തരാൻ ഇഷ്ടംപോലെ ആളുകൾ അതിനകത്തുണ്ട്. അപ്പം അങ്ങനെയും നടക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ അത് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക്